പ്രശാന്ത്, ഈ തലസ്ഥാന നഗരിയിൽ ഈ പണിമുടക്ക് ഏത് രീതിയിലാണ് ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്? രാവിലെ 7 മണി സമയത്തൊക്കെ നമ്മുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചത് തമ്പാനൂരിലൊക്കെ സമരക്കാരെത്തിയിരിക്കുന്നു, കടകമ്പോളങ്ങൾ ബോധപൂർവമായി അടപ്പിക്കുന്നു, ബസ്സുകൾ തടയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു 10 മണി കഴിയുമ്പോൾ സാഹചര്യം എന്താണ്? ഗൗതം, കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരക്കാർ ഭീഷണി മുഴക്കിയിരുന്നു. കടകമ്പോളങ്ങൾ തുറക്കാൻ പാടില്ല എന്നതടക്കമുള്ള ഭീഷണി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മുഴക്കിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ വാഹനങ്ങൾ ഇവിടെ ഓടുന്നുണ്ട്. അതായത് സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളും ഓടുന്നുണ്ട്. സേവാഭാരതിയുടെ വാഹനം ആംബുലൻസുകൾ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. RCCയിലേക്ക് പോകുന്നവർ അടക്കമുള്ളവരെ, മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്ക് അടക്കമുള്ളവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് സേവാഭാരതിയുടെ വാഹനങ്ങളടക്കം ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ പണിമുടക്കിനെ തള്ളിക്കൊണ്ട് തന്നെ അവരവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് സേവാഭാരതി ആംബുലൻസിലാണ്. നിരവധി പേര് ഈ ആംബുലൻസിൽ ഇരിപ്പുണ്ട്. ചേട്ടാ, എവിടെ പോകാനാണ്? RCCയിലേക്കാണ്. നിങ്ങളും എങ്ങനെ പണിമുടക്ക് എങ്ങനെ? சித்திரை திருநாள் ஹாஸ்பிட்டல். எங்கிருந்து வராங்க? டுடுகுரின், தமிழ்நாடு. ഈ സ്ട്രൈക്കിങ് നടക്കുന്നത് எப்படி இருக்கு? ரொம்ப சிவியராக இருக்குது. ஆக்சுவலாக ரொம்ப ஹார்டாக இருக்குது. இது தெரியாது, எங்களுக்கு இவ்வளோ சிவியராக இருக்குன்னு தெரியாது. இன்றைக்கி அப்பாயின்மெண்ட் இருக்குன்னு இருந்தனால வந்தோம். ஆக்சுவலாக இப்போ இதில் அரேஞ்ச் பண்ணுறாங்க. சித்திரை திருநாள் ஹாஸ்பிட்டலில் செக்அப். SUT. ஒரு നിങ്ങളുടെ இடத்துல எங்கே எப்படி இருக்குது ஸ்ட்ரைக்கு? இந்த மாதிரி இஸ் நார்மல். தமிழ்நாட்டில் எல்லாம் நார்மலாக இருக்கு? இல்லை, தட் இஸ் நார்மல் ரொட்டீன் லைஃப். ഗൗതം, തമിഴ്നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, വാഹനങ്ങൾ ഓടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ചേട്ടൻ പറയുന്നത്. കരുനാഗപ്പള്ളിയാണ്. ആശുപത്രിക്ക് പോകുന്നതല്ലേ? ഈ എങ്ങനെ സമരം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുന്നത്? ബുദ്ധിമുട്ടാണോ? പിന്നെ ബുദ്ധിമുട്ടല്ലേ, ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെന്റ് എടുത്തേക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ചേട്ടനോട് ഗൗതം, ആശുപത്രിയിലൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരുന്നവരാണ് ഇവരൊക്കെ. അവർക്ക് അതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊരു കാര്യം ചേട്ടൻ പറഞ്ഞത്, തമിഴ്നാട്ടിൽ നിന്നാണ് ചേട്ടൻ വരുന്നത്. തമിഴ്നാട്ടിൽ ഈ സമരമൊക്കെ പ്രഖ്യാപിച്ചാലും പണിമുടക്കൊക്കെ പ്രഖ്യാപിച്ചാലും എല്ലാം നോർമൽ പോലെ നടക്കുമെന്നാണ് നമുക്കറിയാം. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ സമാനമായ അവസ്ഥ തന്നെയായിരിക്കും. നോർമലായിട്ട് ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തും, അല്ലെങ്കിൽ കടകമ്പോളൊക്കെ തുറക്കും, സമരം ഒരിടത്ത് നടക്കും. എന്നാൽ കടകമ്പോളങ്ങളും വാഹനങ്ങളും ഒക്കെ ഓടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനൊക്കെ മറിച്ച് ഈ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത്, ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സമീപനം പ്രശാന്ത്, ഇവര് പറഞ്ഞതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് അടക്കമുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. എവിടുന്ന് വരുവാ ചേച്ചി? കാസർഗോഡ് വരുവാണോ? ഒരു രക്ഷയില്ല, ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുക? ഞാൻ മലബാറിന് വന്നതാ. എക്സിബിഷൻ നടക്കുന്നുണ്ട് അവിടെ, വൈക, അതിലേക്ക് പോകാൻ വന്നതാ. വണ്ടി കിട്ടുന്നില്ല? വണ്ടി വിളിച്ചിട്ടുണ്ട്, അവരെന്തെങ്കിലും സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്. നാളെ നടക്കേണ്ട പരിപാടിയാണ്, അതിനാണ് വന്നത്. അപ്പോൾ നാളെ വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇന്ന് വന്നതാണ്. നാളെ BTP ഉണ്ട്, അതിനെ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ഇവിടത്തേക്ക് ബുദ്ധിമുട്ടാണോ? നല്ല ബുദ്ധിമുട്ടാണ്. മലയാളിയാണോ? അതെ, ഞാനിവിടെ തിരുവനന്തപുരത്താണ്, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെ ഈ പണിമുടക്ക്? ബുദ്ധിമുട്ടാണ്, കാരണം ഫുഡൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഫുഡിന് വേണ്ടി വന്നിട്ട് ഹോട്ടലിലും ഒരെണ്ണം റെയിൽവേക്കകത്തുള്ളത് നല്ല തിരക്കാണ്. ബുദ്ധിമുട്ട് തന്നെ, കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വരുന്ന വഴിയാണല്ലേ? തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. ഭക്ഷണം കിട്ടിയില്ല, ഏറെ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതാണ് ഇവർ പരിഭവവും പരാതിയുമായിട്ടൊക്കെ പറയുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്. ഇവർ आप लोग कहाँ से? आप लोग कहाँ से चाचा? मैं आया हुआ हूँ वाराणसी से, और यहाँ पर बहुत प्रॉब्लम हुआ. होटल से बाहर निकले, हम लोग घूमने आए थे यहाँ पर. होटल से बाहर निकलने के बाद नो ऑटो. अभी तक गाड़ी नहीं मिला? नहीं, कुछ भी नहीं मिला. कैसे हम लोग आए, पैदल आए हैं. आपका होटल कहाँ पे है? मेरा होटल शिवहरी होटल, सुभाष नगर. पैदल आया. गाड़ी नहीं मिला हमको. गाड़ी नहीं. वापस जा रहे हो क्या? जी, वापस जा रहे हैं हम लोग ट्रेन में. जी. अच्छा. ഇത്തരത്തിലാണ് ഹോട്ടലിൽ ഇവിടെ ടൂറിസം വിസിറ്റിന് വേണ്ടി വന്നതാണ്. എന്നാൽ വണ്ടിയില്ലാത്തത് കൊണ്ട് നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായതെന്നാണ് ഈ വാരണാസിയിൽ നിന്ന് വന്ന ഇവർ നമ്മളോട് പറയുന്നത്. അങ്ങനെ നിരവധി പേരുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കെല്ലാം ഉണ്ടാകുന്നു എന്നാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? സമരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ?
ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വന്നേ ഉള്ളൂ, ഇപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി പോവാം. താങ്ക് യു. അങ്ങനെ നിരവധി പേരുണ്ട്. ഇവർക്കെല്ലാം നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലത്താണ് ഇത്തരത്തിൽ പണിമുടക്ക, ഏത് പണിമുടക്കായാലും ശരി, ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കും. പ്രശാന്ത്, അല്പസമയം മുമ്പ് ഒരു പ്രതികരണം നമ്മൾ കേട്ടു. കാരണം ഈ ആശുപത്രിയിലേക്കാണ് പോകേണ്ടത്, മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്. ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുക ഇങ്ങനെയുള്ള ദിവസം. കാരണം നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തവരായിരിക്കും, അവർക്ക് ഒരു നിശ്ചിത ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ നിശ്ചിത ദിവസം തന്നെ വന്നില്ലെങ്കിൽ അവർക്ക് പിന്നീട് വരാൻ കഴിയുന്നത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരേണ്ടതുണ്ട്, ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട്. അവരെ എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നത്? ഇങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഒരുക്കിയിട്ടുണ്ടോ? അവിടെ സേവാഭാരതി പോലുള്ള സംഘടനകളുടെ സഹായം തന്നെയാണോ അവർക്ക് ആശ്രയമാകുന്നത്? അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവർ, അതായത് ആശുപത്രി ആയാലും ശരി, അങ്ങനെ അടിയന്തര ആവശ്യങ്ങളും ചികിത്സകളുമായി എത്തുന്നവർക്കുള്ള സൗകര്യം ഇവിടെ ആംബുലൻസ് സർവീസൊക്കെ നടത്തുന്നുണ്ട്, ഏർപ്പാടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ ആംബുലൻസുകൾ നിരവധി ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, രോഗികൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്കൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വാഹനങ്ങളിലും ആളുകളെ എത്തിക്കുന്നുണ്ട്. മറ്റ് ഓട്ടോറിക്ഷ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഓടുന്നുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെയുള്ള ഒരു വലിയ രീതിയിലുള്ള വാഹനം തടയുന്ന അടക്കമുള്ളതായിട്ടുള്ള രീതിയിലുള്ളതൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ചില പൊട്ടിത്തെറികൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ഒരു ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു സമീപനം വലിയ രീതിയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിൽ ജനങ്ങൾ പലയിടങ്ങളിൽ എത്തുന്നവരാണ്, പല ആവശ്യങ്ങളിലുമായി എത്തുന്നവരാണ്. നേരത്തെ തന്നെ മുൻകൂട്ടി ഓക്കെ പ്രശാന്ത്, എന്തായാലും തമ്പാനൂരിലെ സാഹചര്യങ്ങൾ കേപ്പ് ഇതാണ്. നമ്മുടെ തലസ്ഥാനത്തേക്ക് ആളുകൾ എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ സ്തംഭിപ്പിക്കുകയാണ്. കടകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവര്, കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്. അവരെ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അല്ലേ? മാത്രമല്ല അവരോട് ചോദിക്കുമ്പോൾ കേട്ടില്ല, അവര് പണിമുടക്ക് അറിയാമെന്ന് ചോദിച്ചാൽ നഹിമാലു എന്നാ പറയുന്നത്. കാരണം അവരുടെ ഒന്നും സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു പരിപാടിയില്ല. തമിഴ്നാട്ടിൽ ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ട്, പക്ഷേ നമ്മളെ ഒന്നും ബാധിക്കാറില്ല അല്ലേ? ഇത് കേരളത്തിൽ മാത്രമേ